1990 തുടക്കം. ജർമ്മനിയിലെ തന്റെ ദൗത്യം അവസാനിപ്പിച്ച് വ്ളാഡിമിർ പുടിൻ തിരികെ ലെനിൻഗ്രാഡിലേക്ക് വിമാനം കയറി. 5 വർഷം മുൻപ് ഒരു വലിയ രാജ്യത്തിന്റെ പ്രതിനിധിയായി അഭിമാനത്തോടെ ജർമ്മനിയിലേക്ക് പോയ ആ ചാരൻ മടങ്ങുന്നത് തകർന്നടിഞ്ഞ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിലേക്കായിരുന്നു. താൻ വിശ്വസിച്ചിരുന്ന സോവിയറ്റ് യൂണിയൻ സാമ്പത്തികമായും രാഷ്ട്രീയമായും തകർന്നടിഞ്ഞിരിക്കുന്നുവെന്നും തെരുവുകളിൽ ജനങ്ങൾ ഭക്ഷണത്തിനായി വരി നിൽക്കുകയാണെന്നും പുടിൻ തിരിച്ചറിഞ്ഞു. പഴയ സോവിയറ്റ് യൂണിയൻ അപ്രത്യക്ഷമായി കൊണ്ടിരിക്കുകയായിരുന്നു. കടകളിൽ ആഹാരമില്ല, ആളുകൾ പട്ടിണിയിലാണ്, കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നു. ശക്തമായ കേന്ദ്രഭരണമില്ലാത്ത ഒരു രാജ്യം എത്ര വേഗമാണ് അനാഥമാകുന്നതെന്ന സത്യം അദ്ദേഹം തിരിച്ചറിഞ്ഞു. സോവിയറ്റ് യൂണിയൻ എന്ന മഹാസാമ്രാജ്യം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണപ്പോൾ വ്ളാഡിമിർ പുടിൻ എന്ന ലഫ്റ്റനന്റ് കേണലും തന്റെ ഔദ്യോഗിക ജീവിതത്തോട് വിട പറഞ്ഞു. KGBയിലെ 15 വർഷത്തെ സേവനത്തിന് ശേഷം പടിയിറങ്ങുമ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ടായിരുന്നു. ഇനി എന്ത്? പണപ്പെരുപ്പം ആകാശത്തോളം ഉയർന്നു. സർക്കാർ ഉദ്യോഗസ്ഥർക്കും വിരമിച്ചവർക്കും ശമ്പളമോ പെൻഷനോ ലഭിക്കാത്ത നാളുകൾ. ലെനിൻഗ്രാഡിലെ പഴയ കമ്മ്യൂണൽ അപ്പാർട്ട്മെന്റിൽ ഭാര്യയോടും 2 മക്കളോടുമൊപ്പം കഴിഞ്ഞിരുന്ന പുടിന് മുന്നിൽ ദാരിദ്ര്യം ഒരു ഭീഷണിയായി ഉയർന്നു വന്നു. കുടുംബം പുലർത്താൻ മറ്റു വഴികളൊന്നുമില്ലാതെ വന്നപ്പോൾ തന്റെ പഴയ കാർ അദ്ദേഹം പ്രൈവറ്റ് ടാക്സിയായി ഓടിക്കാൻ തീരുമാനിച്ചു. ടാക്സി ഡ്രൈവറായി ജോലി ചെയ്യുമ്പോഴും പുടിന്റെ ഉള്ളിലെ ചാരൻ മരിച്ചിരുന്നില്ല. ലെനിൻഗ്രാഡിലെ പട്ടിണിയിലായ ജനങ്ങളെയും തെരുവുകളിൽ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളെയും അദ്ദേഹം ആ ടാക്സിയിലിരുന്ന് നിരീക്ഷിച്ചു. തന്റെ രാജ്യം എത്രമാത്രം തകർന്നിരിക്കുന്നുവെന്ന് നേരിട്ട് ബോധ്യപ്പെട്ട നാളുകളായിരുന്നു അത്. പക്ഷേ അധികാരത്തിന്റെ ഇടനാഴികളിൽ നിന്ന് തെരുവിലെ ഈ സാധാരണ ജീവിതത്തിലേക്കുള്ള പുടിന്റെ വീഴ്ച താൽക്കാലികമായിരുന്നു. KGB അദ്ദേഹത്തിന് നൽകിയ പുതിയ ചുമതല ലെനിൻഗ്രാഡ് യൂണിവേഴ്സിറ്റിയിലെ അസിസ്റ്റന്റ് റെക്ടർ ഫോർ ഇന്റർനാഷണൽ അഫയേഴ്സ് എന്നതായിരുന്നു. വിദേശ വിദ്യാർത്ഥികളെ നിരീക്ഷിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന കർത്തവ്യം. ഈ സമയത്താണ് അനാത്തോലി സോബ്ചാക് ലെനിൻഗ്രാഡ് സിറ്റി കൗൺസിലിന്റെ ചെയർമാനായി തെരഞ്ഞെടുക്കപ്പെടുന്നത്. സോബ്ചാക് ഒരു മികച്ച പ്രാസംഗികനും ജനപ്രിയനുമായിരുന്നു. കലുഷിതമായ റഷ്യൻ ഭരണകൂടത്തിനുള്ളിൽ കാര്യങ്ങൾ ചലിപ്പിക്കാൻ അദ്ദേഹത്തിന് അച്ചടക്കമുള്ള വിശ്വസ്തനായ ഒരാളെ ആവശ്യമായി വന്നു. യൂണിവേഴ്സിറ്റിയിലെ ഒരു സഹപ്രവർത്തകനാണ് പുടിന്റെ പേര് സോബ്ചാക്കിനോട് നിർദ്ദേശിക്കുന്നത്. നിയമപഠനകാലത്ത് പുടിൻ സോബ്ചാക്കിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു. അനാത്തോലിയുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ പുടിൻ അദ്ദേഹത്തിന് മുന്നിൽ തന്റെ ഭൂതകാലം മറച്ചുവെച്ചില്ല. അദ്ദേഹം അനാത്തോലിയോട് പറഞ്ഞു, "പ്രൊഫസർ, ഞാൻ നിങ്ങളുടെ കൂടെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഞാനൊരു KGB ഓഫീസറാണ്." അനാത്തോലി ഒരു നിമിഷം ആലോചിച്ചു. അക്കാലത്ത് KGB എന്ന പേര് കേൾക്കുന്നത് പോലും രാഷ്ട്രീയക്കാർക്ക് പേടിയായിരുന്നു. പക്ഷേ അനാത്തോലിയുടെ മറുപടി പുടിനെ അത്ഭുതപ്പെടുത്തി. "സാരമില്ല, എനിക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളെയാണ് ആവശ്യം." ജർമ്മനിയിലെ പുടിന്റെ അനുഭവപരിചയവും ജർമ്മൻ ഭാഷയിലുള്ള പ്രാവീണ്യവുമാണ് സോബ്ചാക്കിനെ ആകർഷിച്ചത്. അങ്ങനെ 1990 മെയ് മാസം പുടിൻ സോബ്ചാക്കിന്റെ അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ഉപദേശകനായി രാഷ്ട്രീയത്തിന്റെ അധികാര കേന്ദ്രങ്ങളിലേക്ക് തന്റെ ആദ്യത്തെ ചുവടുവച്ചു. പുടിൻ അപ്പോഴും ചാരവൃത്തി പൂർണ്ണമായും ഉപേക്ഷിച്ചിരുന്നില്ല. പ്രൊഫസറുടെ കൂടെ ജോലി ചെയ്യാൻ KGBയിൽ നിന്ന് അദ്ദേഹം അനുവാദം വാങ്ങിയിരുന്നു. സോബ്ചാക്കിന്റെ ഓരോ നീക്കങ്ങളും നിരീക്ഷിക്കുക എന്നതുകൂടി ആ ചാരന്റെ രഹസ്യ അജണ്ടയായിരുന്നു.
1991 ഓഗസ്റ്റ് 19. സോവിയറ്റ് യൂണിയന്റെ ചരിത്രം മാറ്റിമറിച്ച ആ ദിവസം പുലർന്നു. മോസ്കോയിൽ മിഖായേൽ ഗോർബച്ചേവിനെ തടങ്കലിലാക്കി KGBയിലെയും സൈന്യത്തിലെയും കടുത്ത കമ്മ്യൂണിസ്റ്റ് പക്ഷക്കാർ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. ഈ നിമിഷം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ അനാത്തോലി സോപ്ചാക്കിന്റെ വിശ്വസ്തനായി സേവനമനുഷ്ഠിച്ചിരുന്ന വ്ളാഡിമിർ പുടിൻ നേരിട്ടത് ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പരീക്ഷണത്തെയായിരുന്നു. ഒരു വിചിത്രമായ സാഹചര്യത്തിലാണ് അദ്ദേഹം. അട്ടിമറിക്ക് നേതൃത്വം നൽകുന്നത് പുടിന്റെ മാതൃസംഘടനയായ KGBയിലെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. ധാർമ്മികമായി അദ്ദേഹം അവരെ പിന്തുണയ്ക്കണം. പുടിന്റെ പ്രിയപ്പെട്ട പ്രൊഫസറും മേലധികാരിയുമായിരുന്ന അനാത്തോലി സോപ്ചാക്ക് ആകട്ടെ അട്ടിമറിക്കാർക്കെതിരെ ജനാധിപത്യത്തിനായി തെരുവിലിറങ്ങിയിരിക്കുന്നു. അട്ടിമറി പ്രഖ്യാപിക്കപ്പെട്ട ഉടനെ സോപ്ചാക്ക് ജനങ്ങളോട് തെരുവിലിറങ്ങാൻ ആഹ്വാനം ചെയ്തു. അട്ടിമറിക്കാരെ എതിർത്താൽ തടങ്കലിലാക്കപ്പെടും അല്ലെങ്കിൽ കൊല്ലപ്പെടും എന്നുറപ്പായിരുന്നിട്ടും സോപ്ചാക്ക് പിന്നോട്ടു പോയില്ല. തന്റെ മേധാവിയുടെ സുരക്ഷ പുടിന്റെ കൈകളിലായിരുന്നു. KGBയിലെ തന്റെ സഹപ്രവർത്തകർ ഏത് നിമിഷവും സോപ്ചാക്കിനെ അറസ്റ്റ് ചെയ്യാൻ വരുമെന്ന് പുടിൻ അറിയാമായിരുന്നു. ഈ ഘട്ടത്തിൽ പുടിനെടുത്ത തീരുമാനം നാടകീയമായി. അദ്ദേഹം സോപ്ചാക്കിനെ സംരക്ഷിക്കാൻ തന്റെ ചാരബുദ്ധിയും ബന്ധങ്ങളും ഉപയോഗിച്ചു. നഗരത്തിലെ പ്രാദേശിക സൈനിക യൂണിറ്റുകളെ സോപ്ചാക്കിന് അനുകൂലമാക്കുന്നതിൽ പുടിൻ വിജയിച്ചു. തന്റെ പഴയ സഹപ്രവർത്തകർക്കെതിരെ തന്നെ അദ്ദേഹം കരുനീക്കങ്ങൾ നടത്തി. അട്ടിമറി നീക്കം പരാജയപ്പെടുമെന്നുറപ്പായതോടെ 1991 ഓഗസ്റ്റ് 20 പുടിൻ ആ നിർണായക തീരുമാനമെടുത്തു. അദ്ദേഹം KGBയിൽ നിന്ന് ഔദ്യോഗികമായി രാജിവെച്ചു. താൻ 15 വർഷം സേവിച്ച ചാരസംഘടനയെ അദ്ദേഹം ഉപേക്ഷിച്ചത് തന്റെ ഗുരുവിനോടുള്ള വിശ്വസ്തതയും പുതിയ റഷ്യയോടുള്ള പ്രതീക്ഷയും കാരണമായിരുന്നു. 1991 ഡിസംബർ 8 റഷ്യ, യുക്രൈൻ, ബെലാറസ് എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ ചേർന്ന് ബെലോവെഷ കരാറിൽ ഒപ്പിട്ടു. സോവിയറ്റ് യൂണിയൻ ഇനി നിലവിലില്ലെന്നും പകരം സ്വതന്ത്ര രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മ നിലവിൽ വന്നതായും അവർ പ്രഖ്യാപിച്ചു. ഡിസംബർ 25 ഗോർബച്ചേവ് ഔദ്യോഗികമായി രാജിവെച്ചു. ക്രെംലിനിലെ ചുവന്ന കൊടി താഴ്ന്നു. പകരം റഷ്യയുടെ മൂവർണ്ണ പതാക ഉയർന്നു. അതോടെ സോവിയറ്റ് യൂണിയൻ ചരിത്രമായി. ബോറിസ് യെൽസിൻ എന്ന കരുത്തനായ നേതാവിന്റെ ഉദയം കൂടിയായിരുന്നു അത്. ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തലപ്പത്തിരുന്ന വ്യക്തിയായിരുന്നു ബോറിസ് യെൽസിൻ. എന്നാൽ പാർട്ടിക്കുള്ളിലെ അഴിമതിയെയും കെട്ടുറപ്പില്ലാത്ത നയങ്ങളെയും അദ്ദേഹം പരസ്യമായി വിമർശിച്ചു. ഇത് അദ്ദേഹത്തെ പാർട്ടിയിൽ അനഭിമതനാക്കിയെങ്കിലും ജനങ്ങൾക്കിടയിൽ വലിയ ഹീറോ പരിവേഷം നൽകി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കടുത്ത നിയന്ത്രണങ്ങളിൽ നിന്ന് മോചനം ആഗ്രഹിച്ച റഷ്യൻ ജനത യെൽസിനെ തങ്ങളുടെ ശബ്ദമായി കണ്ടു. റഷ്യൻ റിപ്പബ്ലിക്കിൽ ആദ്യമായി നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ 57% വോട്ടുകൾ നേടി യെൽസിൻ വിജയിച്ചു. സോവിയറ്റ് യൂണിയനിലെ ഏറ്റവും വലിയ ഭാഗമായ റഷ്യയുടെ തലവനായി അദ്ദേഹം മാറിയതോടെ ഗോർബച്ചേവിനേക്കാൾ ജനപിന്തുണ യെൽസിനായി. 1991 ഓഗസ്റ്റിൽ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ അട്ടിമറിക്ക് ശ്രമിച്ചപ്പോൾ സൈനിക ടാങ്കിന് മുകളിൽ കയറി നിന്ന് ജനങ്ങളെ അഭിസംബോധന ചെയ്ത യെൽസിന്റെ ചിത്രം ലോകപ്രശസ്തമാണ്. ആ ഒരൊറ്റ നീക്കത്തിലൂടെ അദ്ദേഹം റഷ്യയുടെ അനിഷേധ്യ നേതാവായി സ്വയം പ്രതിഷ്ഠിച്ചു. സോവിയറ്റ് യൂണിയന്റെ അന്ത്യം കുറിച്ച കരാറിൽ റഷ്യയ്ക്ക് വേണ്ടി ഒപ്പിട്ടത് യെൽസിനായിരുന്നു. അതോടെ സോവിയറ്റ് യൂണിയന്റെ പിൻഗാമിയായ റഷ്യൻ ഫെഡറേഷന്റെ പരമാധികാരിയായി അദ്ദേഹം മാറി.
അപ്പോഴേക്കും പുടിൻ ചാരപ്പണി ഉപേക്ഷിച്ച് പൂർണ്ണമായും രാഷ്ട്രീയക്കാരനായി പരിണമിച്ചിരുന്നു. തനിക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെ അമ്പരപ്പോടെയാണ് പുടിൻ നോക്കിക്കണ്ടത്. രാജ്യത്ത് നിലനിന്നിരുന്ന കമ്മ്യൂണിസ്റ്റ് അടയാളങ്ങൾ ജനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ടിരുന്ന കാലമായിരുന്നു അത്. അനിഷേധ്യനായ വിപ്ലവകാരി ലെനിന്റെ പേരിൽ അറിയപ്പെട്ടിരുന്ന ലെനിൻഗ്രാഡ് നഗരത്തിന്റെ പേരുപോലും ആ ജനത തള്ളിക്കളയുകയായിരുന്നു. 1991 ജൂൺ 12 ലെനിൻഗ്രാഡിലെ ജനങ്ങൾക്കിടയിൽ ഒരു ചരിത്രപരമായ വോട്ടെടുപ്പ് നടന്നു. നഗരത്തിന് അതിന്റെ പഴയ പേരായ സെന്റ് പീറ്റേഴ്സ്ബർഗ് തിരികെ നൽകണമോ എന്നതായിരുന്നു ചോദ്യം. വോട്ടെടുപ്പിൽ 54% ജനങ്ങൾ പേരുമാറ്റത്തെ അനുകൂലിച്ചു. അട്ടിമറിക്ക് ശേഷമുള്ള ആ കലുഷിത കാലത്ത് സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തെ പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ ചില തന്ത്രങ്ങൾ മെനയുകയായിരുന്നു പുടിൻ. 1992 തുടക്കം. സോവിയറ്റ് യൂണിയൻ തകർന്ന് മാസങ്ങൾ പിന്നിടുമ്പോൾ റഷ്യയിലെ ജനങ്ങൾ നേരിട്ടത് സമാനതകളില്ലാത്ത ദാരിദ്ര്യമായിരുന്നു. സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരം പട്ടിണിയുടെ വക്കിലായി. ഈ പ്രതിസന്ധി മറികടക്കാൻ സിറ്റി അഡ്മിനിസ്ട്രേഷനിലെ വിദേശകാര്യ കമ്മിറ്റി അധ്യക്ഷനായിരുന്ന വ്ളാഡിമിർ പുടിൻ ഒരു പുതിയ പദ്ധതി ആവിഷ്കരിച്ചു. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. നഗരത്തിലെ പട്ടിണി മാറ്റാൻ വിദേശത്തു നിന്ന് അടിയന്തരമായി ഭക്ഷ്യധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യേണ്ടതുണ്ടായിരുന്നു. എന്നാൽ അതിന് പണമില്ലാത്തതിനാൽ പുടിൻ ഒരു ബാർട്ടർ സമ്പ്രദായം നിർദ്ദേശിച്ചു. റഷ്യയിലുള്ള അസംസ്കൃത വസ്തുക്കളായ എണ്ണ, തടി, ലോഹങ്ങൾ എന്നിവ വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുക. അതിനു പകരമായി ഇറച്ചി, ഉരുളക്കിഴങ്ങ്, പഞ്ചസാര തുടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുക എന്നതായിരുന്നു പദ്ധതി. ഏകദേശം $100 ദശലക്ഷം കരാറുകളായിരുന്നു ഇതിനായി പുടിൻ ഒപ്പിട്ടത്. കയറ്റുമതി ലൈസൻസുകൾ നൽകാനുള്ള അധികാരം പുടിന്റെ കമ്മിറ്റിക്കായിരുന്നു. അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം റഷ്യയിൽ നിന്ന് എണ്ണയും ലോഹങ്ങളും അതിർത്തി കടന്നു. പക്ഷേ നഗരത്തിലെ ജനങ്ങൾ കാത്തിരുന്ന ഭക്ഷണ സാധനങ്ങൾ മാത്രം എത്തിയില്ല. കരാർ ലഭിച്ച പല കമ്പനികളും വെറും കടലാസ് കമ്പനികളാണെന്നും അവർ അസംസ്കൃത വസ്തുക്കൾ തട്ടിയെടുത്ത് മുങ്ങിയെന്നും താമസിയാതെ ആരോപണമുയർന്നു. ഈ വലിയ ക്രമക്കേട് പുറത്തുകൊണ്ടുവന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗ് സിറ്റി കൗൺസിൽ അംഗമായിരുന്ന മരീന സാലിയെ എന്ന വനിതയായിരുന്നു. അവരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച അന്വേഷണ കമ്മീഷൻ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പുടിൻ തന്റെ അധികാരം ഉപയോഗിച്ച് ലേലം വിളിക്കാതെ തന്നെ പല കമ്പനികൾക്കും കയറ്റുമതി ലൈസൻസുകൾ നൽകി. ഈ കമ്പനികളിൽ പലതിനും ഈ രംഗത്ത് മുൻപരിചയമില്ലായിരുന്നു. അന്താരാഷ്ട്ര വിപണിയേക്കാൾ വളരെ കുറഞ്ഞ വിലയ്ക്കാണ് റഷ്യൻ അസംസ്കൃത വസ്തുക്കൾ വിദേശത്തേക്ക് നൽകിയത്. ഇതുവഴി സർക്കാരിന് വൻ സാമ്പത്തിക നഷ്ടമുണ്ടായി. ലൈസൻസ് ലഭിച്ച പല കമ്പനികളും പുടിന്റെ സുഹൃത്തുക്കളുടെയോ KGB-യിലെ പഴയ സഹപ്രവർത്തകരുടെയോ ഉടമസ്ഥതയിലുള്ളവയായിരുന്നു. അങ്ങനെ പുടിന് നേരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. കമ്മീഷൻ റിപ്പോർട്ടിൽ വ്ളാഡിമിർ പുടിനെ ഉടനടി സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യണമെന്നും അദ്ദേഹത്തിനെതിരെ ക്രിമിനൽ നടപടികൾ ആരംഭിക്കണമെന്നും മരീന സാലിയെ ശുപാർശ ചെയ്തു. പുടിന്റെ രാഷ്ട്രീയ ജീവിതം അവിടെ അവസാനിക്കേണ്ടതായിരുന്നു. പക്ഷേ അവിടെ പുടിന്റെ രക്ഷാധികാരിയായ അനാത്തോലി സോബ്ചാക് അദ്ദേഹത്തിന്റെ രക്ഷകനായി അവതരിച്ചു.
റഷ്യയിൽ നടന്ന ആദ്യത്തെ ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെ സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ആദ്യത്തെ മേയറായി അനാത്തോലി സോബ്ചാക് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. റഷ്യയുടെ രണ്ടാമത്തെ പ്രധാന നഗരത്തിന്റെ സർവാധിപതിയായിരുന്നു അദ്ദേഹം. മേയർ സോബ്ചാക് ഈ അന്വേഷണ റിപ്പോർട്ട് പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. പുടിൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നും കമ്പനികൾ വഞ്ചിച്ചതിന് ഒരു ഉദ്യോഗസ്ഥനെ ക്രൂശിക്കാൻ കഴിയില്ലെന്നും അനാത്തോലി സോബ്ചാക് വാദിച്ചു. കരാർ ഒപ്പിട്ട കമ്പനികൾ വഞ്ചിച്ചതാകാം, പക്ഷേ അതിനുത്തരവാദി ഞാനല്ല. നഗരത്തിനാവശ്യമായ ഭക്ഷണം കണ്ടെത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത്. പുടിൻ അന്ന് നൽകിയ വിശദീകരണം ഇതായിരുന്നു. തന്റെ വിശ്വസ്തനായ സഹായിയെ സംരക്ഷിക്കാൻ സോബ്ചാക് ഉറച്ചു നിന്നതോടെ മരീന സാലിയയുടെ അന്വേഷണ റിപ്പോർട്ട് വെറും കടലാസിലൊതുങ്ങി. നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ചും സോബ്ചാക്കിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും പുടിൻ ആ പ്രതിസന്ധിയെ മറികടന്നു. ആ അന്വേഷണം എങ്ങുമെത്താതെ അവസാനിച്ചെങ്കിലും പുടിന്റെ രാഷ്ട്രീയ ജീവിതത്തിലുണ്ടായ ആദ്യത്തെ അഴിമതി ആരോപണമായി അത് മാറി. പക്ഷേ സിറ്റി മേയറുടെ ആശീർവാദത്തോടെ പുടിൻ സെന്റ് പീറ്റേഴ്സ്ബർഗ് നഗരത്തിൽ തന്റേതായ പല പരിഷ്കാരങ്ങളും കൊണ്ടുവന്നു. നഗരത്തിന്റെ വിദേശ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലും മാഫിയ സംഘങ്ങളെ ഒതുക്കുന്നതിലും അദ്ദേഹം കാണിച്ച കണിശത സോബ്ചാക്കിന് പുടിനോടുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു. പട്ടിണിയിലായ നഗരത്തെ രക്ഷിക്കാൻ പുടിൻ കണ്ടെത്തിയ മാർഗം വിദേശ നിക്ഷേപം തന്നെയായിരുന്നു. ജർമ്മൻ ഭാഷയിലുള്ള പ്രാവീണ്യവും യൂറോപ്പിലെ ബന്ധങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം വമ്പൻ ബഹുരാഷ്ട്ര കമ്പനികളെ സെന്റ് പീറ്റേഴ്സ്ബർഗിലേക്ക് ആകർഷിച്ചു. കൊക്കക്കോള, ഗില്ലറ്റ് തുടങ്ങിയ കമ്പനികൾ റഷ്യയിൽ ആദ്യമായി ഫാക്ടറികൾ തുടങ്ങിയത് പുടിന്റെ കാർമ്മികത്വത്തിലാണ്. നഗരത്തിന്റെ സാമ്പത്തിക അടിത്തറ ഭദ്രമാക്കാൻ വിദേശ ബാങ്കുകളെയും വ്യവസായ ഗ്രൂപ്പുകളെയും എത്തിക്കുന്നതിൽ അദ്ദേഹം വിജയിച്ചു. വിദേശ ബാങ്കുകൾക്ക് നഗരത്തിൽ കൂടുതൽ ശാഖകൾ തുടങ്ങാൻ അദ്ദേഹം അനുമതി നൽകി. ഇത് നഗരത്തിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും തകർന്നടിഞ്ഞ സമ്പദ്വ്യവസ്ഥയ്ക്ക് അല്പം ജീവൻ നൽകുകയും ചെയ്തു. ജനങ്ങൾക്കിടയിൽ കാര്യങ്ങൾ നടത്തിത്തരുന്ന ഉദ്യോഗസ്ഥൻ എന്ന പ്രതിച്ഛായ പുടിന് ലഭിക്കാൻ ഇത് കാരണമായി. അനാത്തോലി സോബ്ചാക് രാഷ്ട്രീയ പ്രസംഗങ്ങളിലും സിദ്ധാന്തങ്ങളിലും മുഴുകിയപ്പോൾ നഗരഭരണവുമായി ബന്ധപ്പെട്ട ഓരോ ഫയലുകളും പുടിന്റെ മേശപ്പുറത്തുകൂടിയാണ് നീങ്ങിയത്. അതിനൊപ്പം തന്നെ പോലീസിനെ നിയന്ത്രിക്കുക, മാഫിയ സംഘങ്ങളുമായി ചർച്ചകൾ നടത്തുക, ഭരണപരമായ തടസ്സങ്ങൾ നീക്കുക, ഇതെല്ലാം പുടിൻ ചെയ്തു തീർത്തു. ആരെയും ഭയപ്പെടുത്തുന്ന KGB പശ്ചാത്തലമുള്ളതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരും ക്രിമിനൽ സംഘങ്ങളും പുടിനെ ഭയഭീതിയോടെയാണ് കണ്ടിരുന്നത്. ഈ ഭയം കലർന്ന ബഹുമാനം നഗരത്തിന്മേൽ അദ്ദേഹത്തിന് പൂർണ്ണ നിയന്ത്രണം നൽകി. സെന്റ് പീറ്റേഴ്സ്ബർഗിലെ ഏറ്റവും വലിയ ഭീഷണി താംബോവ് ഗ്യാങ് പോലുള്ള അതിശക്തരായ ക്രിമിനൽ സിൻഡിക്കേറ്റുകളായിരുന്നു. പുടിൻ അവർക്കെതിരെ വിചിത്രമായ തന്ത്രമാണ് സ്വീകരിച്ചത്. അദ്ദേഹം ഈ മാഫിയ തലവന്മാരുമായി രഹസ്യ ചർച്ചകൾ നടത്തി. അവരെ പൂർണ്ണമായി ഇല്ലാതാക്കുന്നതിനു പകരം നഗരത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ബാധിക്കാത്ത തരത്തിൽ അവർക്കദൃശ്യമായ അതിർവരമ്പുകൾ നിശ്ചയിച്ചു നൽകി. വിദേശ നിക്ഷേപകർക്ക് സുരക്ഷയുറപ്പാക്കാൻ അദ്ദേഹം മാഫിയ സംഘങ്ങളെ തന്നെ ഉപയോഗിച്ചു. ക്രിമിനൽ ലോകത്തിനും ഭരണകൂടത്തിനുമിടയിലുള്ള ഒരു പാലമായി പുടിൻ മാറി.